കോട്ടയത്തെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനോട് എതിർപ്പുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. കോട്ടയം മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ വാക്കുതർക്കവും കയ്യാങ്കളിയുമുണ്ടായി. ചാഴികാടനെ അംഗീകരിക്കാനാകില്ലെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡി.സി.സി അധ്യക്ഷൻ ജോഷി ഫിലിപ്പ് എന്നിവർ പങ്കെടുത്ത യോഗമാണ് അലങ്കോലമായത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ശ്യാം ദേവരാജ് ചേരുകയാണ്. ശ്യാം, ഏറെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് തോമസ് ചാഴികാടന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉണ്ടായത്. ഇപ്പോൾ അതിനെതിരെ കോട്ടയം ഡി.സി.സിയിലെ കോട്ടയം മണ്ഡലം കമ്മിറ്റിയിലെ ഒരു വിഭാഗം പുറത്തു വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കമ്മിറ്റിയിൽ നിന്നുണ്ടായത് വിവരങ്ങൾ? ഇന്ന് തോമസ് ചാഴികാടനെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇന്നലെ രാത്രിയാണ് തീരുമാനിച്ചത്. ഇതിനുശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രചരണ ദിവസമാണ്. പക്ഷേ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ. ഇന്ന് അത്തരമൊരു കാര്യം പ്രത്യക്ഷത്തിൽ അത്തരമൊരു എതിർപ്പ് ഉയർന്നത് കോൺഗ്രസിന്റെ കോട്ടയം മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ്. ഇന്ന് ഡി.സി.സി യോഗം രാവിലെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ ഡി.സി.സി യോഗം ഇത്തരമൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ ഡി.സി.സി യോഗം മാറ്റിവെച്ചു. യു.ഡി.എഫ് യോഗത്തിന് ശേഷം ഡി.സി.സി യോഗം ചേർന്നാൽ മതി എന്നായിരുന്നു ഡി.സി.സിയുടെ തീരുമാനം. പക്ഷേ ഇന്ന് കോൺഗ്രസിന്റെ കോട്ടയം മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഇതിലാണ് അഭിപ്രായ വ്യത്യാസമുണ്ടായത്. കോട്ടയം മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വാക്കുതർക്കവും ചെറിയ സംഘർഷത്തിലേക്കും എത്തിയത്. തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാകില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇതിനായി അവർ പറയുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തോമസ് ചാഴികാടന് വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ല. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ രണ്ടു തവണ പരാജയപ്പെട്ട ആളാണ് തോമസ് ചാഴികാടൻ. അതുകൊണ്ട് തന്നെ തോമസ് ചാഴികാടൻ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ല. രണ്ടാമത്തേത്, ഈ തീരുമാനം CPM-നെ സഹായിക്കാനാണ്. വി എൻ വാസവനുമായുള്ള ധാരണ അനുസരിച്ചാണ്, അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥി വി എൻ വാസവനെ ജയിപ്പിക്കാനെ സഹായിക്കാനാണ് ഇത്തരം ഒരു തീരുമാനം. ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്, വിജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്നുമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒപ്പം ഡി.സി.സി അധ്യക്ഷൻ ജോഷി ഫിലിപ്പ് എന്നിവർ ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരം ഒരു വാക്കുതർക്കം ഉണ്ടായത്. മാത്രമല്ല ശ്യാം ദേവരാജാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.